വന്നല്ലോ. ഈ ഒരു സമയം പുള്ളിക്കുള്ളതാ. എനിക്ക് ഞങ്ങളും ഇപ്പൊ തന്നെ വലിയ നല്ല ബന്ധമായി, പരിചയമായി അല്ലേ? എന്താ വന്നു? ഞാൻ വന്നത് വേറൊന്നുമല്ല, വിഷാരിക്ക് വല്ലതും കഴിക്കാനോ വല്ലതും വേണോ? വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഒന്നും വേണമെന്നില്ല. അത് ശ്രദ്ധിക്കണമല്ലോ. ഞാനിപ്പോ അല്ല, സാധാരണ ഇങ്ങോട്ടും ഫൈറ്റ് അല്ലേ, ഇതെന്താ പറ്റിയേ? അല്ല, ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് പണിയില്ല, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇല്ല, എനിക്ക് മനസ്സിലായി വിഷാരടി. ഇപ്പൊ നമ്മൾ ഇവിടെ വെറുതെ ഇങ്ങനെ ഒന്നും എന്താ കാര്യം. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും പിഷാരുടെ കൂടെ ഒന്ന് കൂടാം എന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട്. അയ്യോ, എനിക്ക് തന്നെ ചെയ്യാൻ പണിയില്ല, അപ്പൊ അസിസ്റ്റന്റ് എന്ന് പറയുന്നതിന്റെ ആവശ്യകത വരുന്നില്ലല്ലോ. അത് പിഷാരടിക്ക് അത് ചിന്തിക്കാനുള്ള കഴിവില്ല. കാരണം വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിഷാരടിക്ക് അത്യാവശ്യമായിട്ട് ഒരു മേക്കപ്പ് മാൻ്റെ ആവശ്യമുണ്ട്. ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്നല്ല. ഇവിടെ കമ്പനി മേക്കപ്പ് ഉണ്ടല്ലോ, അല്ലാതെ എനിക്കൊരു മേക്കപ്പ് മാൻ്റെ ആവശ്യം അത്യാവശ്യമല്ലല്ലോ. തന്നെ ചെയ്യരുത് ഒരിക്കലും. ഒരു അസിസ്റ്റന്റിന് വെക്കപ്പോൾ ഒരു മേക്കപ്പ് മാൻ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താണ് കണ്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ചല്ലോ. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. അതൊക്കെ ഞാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിരിക്കും. അപ്പോൾ ഞാൻ ഒരു മേക്കപ്പ് മാനായിട്ട് എന്നും കൂടെ ഉണ്ടാവും. ഇനിയിപ്പോ നമ്മള് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പിഷാരടിക്ക് വിശക്കും. ഈ വിശന്നാലും നിങ്ങൾ മേക്കപ്പ് മാൻ അല്ലേ, അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ. അല്ലല്ല, പിഷാര് പോണ വഴിക്ക് പിഷാരടിക്ക് ഒരു പൊറോട്ട തന്നോന്ന് ആഗ്രഹം ഉണ്ടായി. ഞാൻ പൊറോട്ട അടിക്കാറായിട്ട് മാറും. നല്ല ചൂടൻ പൊറോട്ടയും പൊരിച്ചങ്ങോട്ട് കൊടുക്കും, കറിയും കൂട്ടി. അത് ഗംഭീരമല്ല. അപ്പൊ മേക്കപ്പ് മാനിന്ന് മാറി ഒറ്റയടിക്ക് പൊറോട്ടടി പരിപാടികൾ ചെയ്ത് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഈ പൊറോട്ടടിയൊക്കെ നിസ്സാര ജോലിയല്ല കേട്ടോ, അതിനൊരു താളവും ക്രാഫ്റ്റ് ഉണ്ട്. പിഷാരടിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാലേ റിസ്ക് എടുക്കണ്ടേ. ഇതൊന്നുമല്ല പ്രശ്നം. ഇതും കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എവിടെയെങ്കിലും ഒന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലും ഷർട്ടൊക്കെ ഒന്ന് കുളത്തി ഒന്ന് കീറി. അല്ല, ഷർട്ട് കീറിയാല് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ഒരാള് മേക്കപ്പ് മാത്രം ചെയ്യാൻ അറിയുന്ന ഒരാളും എന്ത് ചെയ്യാനാ? അവിടെ ഞാൻ തയ്യൽക്കാരനായിട്ട് കയറൂലേ, ഞാൻ അടിച്ചാല ഫിനിഷ് ആയിട്ട് തരും. മറിച്ച് തിരിച്ചു നോക്കിയാൽ കണ്ടിരിക്കാൻ പറ്റില്ല. കോസ്റ്റ്യൂം ചെയ്യും, കോസ്റ്റ്യൂമറായിട്ട്. നമ്മുടെ അടുത്ത പരിപാടികൾക്ക് കോസ്റ്റ്യൂം ഒക്കെ ചെയ്യാൻ പറ്റും. കോസ്റ്റ്യൂമറായിട്ട് വെക്കും. അത് ഭയങ്കര മൾട്ടി ടാസ്കിങ് ഇനിയുള്ള കാലത്ത് നമ്മൾ ഉറപ്പായിട്ടും ആവശ്യമുള്ള ഒരു സാധനമാണ്. ഒരാൾ അങ്ങനെ ഒരു പണിയേ ചെയ്യുള്ളൂ എന്ന് പറയരുത്. എല്ലാം അറിയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോ പിഷാരടിയുടെ കുറച്ച് പറയുകയാണെങ്കിൽ പിഷാരടി വണ്ടി സ്വന്തം ഓടിച്ചാണോ പോണേ? കുറെയൊക്കെ ഓടിക്കും. ഒരു ഡ്രൈവർ ഉണ്ട്, ആളുണ്ട്, സ്ഥിരമായിട്ട് ഒരാളുണ്ട്. നമ്മളൊരു സ്റ്റാർ ആവണ സമയത്ത് നമ്മൾ ഒറ്റക്കൊന്നും അങ്ങനെ വണ്ടി ഓടിച്ച് പോകരുത്. നമ്മളത്ര സ്റ്റാർ അല്ലല്ലോ. അവിടെ ഒരു ഡ്രൈവറുടെ വേഷത്തിൽ ഞാൻ വരും. അല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ കൂടി. കാരണം എനിക്ക് ഇത്രയും കഴിവുള്ള ഒരാളെ എനിക്ക് വേണം. ആണോ? എൻ്റെ കൂടെ നിൽക്കുവോ? 8 എത്ര? 8 16 7 14. അപ്പൊ കണക്കറിയാം. അറിയാം. പിന്നെ അപ്പൊ പറ്റിക്കാൻ പറ്റില്ല. ഇതാണെങ്കിൽ നമ്മുടെ കളി നടക്കും. ഇനിയിപ്പോ ഇത് എല്ലാം വിട്ടേക്ക്. ഡ്രൈവറായിട്ട് നിങ്ങൾ കൂടി ഞാൻ ഓടിക്കുന്നു, നമ്മൾ കറങ്ങി പല ഭാഗത്തെ കൂടിയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് സേഫ് ആയിട്ട് ഞാൻ കൊണ്ടുപോകുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷൻ അതാണ് അതിലേക്ക് വരുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷൻ കൊണ്ട് ഞാൻ നിർത്തുന്നു, പിഷാരടി ഇറങ്ങി. പക്ഷേ അവിടെ വേറെ കേസുണ്ട്. അന്നത്തെ ദിവസം പിഷാരടിക്ക് പനി വന്നിന്ന് ഞാൻ പ്രാർത്ഥിക്കണം. പിഷാരടിക്ക് പനി വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പനി മാറിയില്ല. അപ്പം പിഷാരടിക്ക് അഭിനയിക്കാൻ പറ്റൂല അവിടെ. അന്നത്തെ ദിവസം അഭിനയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യാനാ? അല്ല, ഡയറക്ടർ അപ്പം തന്നെ ചൂടായി. നിങ്ങൾക്ക് പനിയാണ്, നിങ്ങൾ അഭിനയിക്കണ്ട, പകരം വേറെ ആളെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പിഷാരടിനെ സഹായിക്കും. എങ്ങനെ? ഞാൻ കയറിയാണ്ട് അഭിനയിക്കും. അല്ല, ഒരു ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇത്ര ആൾക്കാർ ഒരു പരിപാടി ചെയ്യുമ്പം ഞാൻ കാരണം ഷൂട്ട് മുടങ്ങരുത്, നിങ്ങൾ അവിടെ കയറി അഭിനയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വേണം നമ്മൾ അത് എടുക്കാൻ. അപ്പം ഇത്രയും പ്രതിഭയുള്ള സ്ഥിതിക്ക് നിങ്ങളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്ന പ്രതിഭകളെല്ലാം വെച്ചിട്ട് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ശിഷ്ടജീവിതം നമുക്ക് ഒന്നിച്ച് പോവാം. കാരണം നിങ്ങളെപ്പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒരു തലവേദന വന്നാൽ ഒരിത്തിരി അമൃതാഞ്ജനം പുരട്ടിത്തരാൻ ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ? പട്ടി പറ്റി പിഷാരടിക്ക് നേരത്തെ പനി വന്നപ്പോൾ ഞാൻ കയറി സിനിമയിൽ അഭിനയിച്ചില്ലേ? അങ്ങനെ സിനിമയിൽ അഭിനയിച്ച ഞാനാരാ? സ്റ്റാർ ആയ ശേഷം നിങ്ങളുടെ നെറ്റിയിൽ അമൃതാഞ്ജനം ഇട്ട് തരേണ്ട ഗതികേട് എനിക്കുണ്ടോ? ഞാൻ നിങ്ങൾക്ക് അമൃതാഞ്ജനം ഇട്ട് തന്നത് ആരെങ്കിലും പുറത്തുനിന്ന് അറിയാതെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അഭിമാനം, എൻ്റെ ഇമേജ് എല്ലാം ഇടിയൂലേ? ഞാൻ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ഇത് ഇവിടെ നഷ്ടപ്പെടുകയാണ്. പിഷാരടി മനസ്സിലാക്കണം. ഇതിന് വേണ്ടിയാണോ ഞാൻ ഇത്രയും നാളെ നിങ്ങളുടെ പെട്ടി ചുമന്നത്? ഇപ്പോൾ പൊറോട്ട ഉണ്ടാക്കി തന്നത്? ഇതൊക്കെ ചെയ്തത് അതിനാണോ?
മാർക്കറ്റ് ഇടി മിസ്റ്റർ മാർക്കറ്റ്. ഞാനൊരു സ്റ്റാർ ആയാൽ നിങ്ങളെ പോലുള്ളവരൊക്കെ നിർത്തേണ്ട സ്ഥലത്തെ ഞാൻ നിർത്തുള്ളൂ.